ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ 5ാമത്തെ യൂണിറ്റായ പ്ലവക്ഷമ ബലം അഥവാ പൊയാൻ ഫോഴ്സ് ആ പാഠത്തിനെ ആസ്പദമാക്കി അതിൽ നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദിച്ചിട്ടുള്ളതുമായ കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലം ഏതാണ്? ഉത്തരം പ്ലവക്ഷമ ബലം. അടുത്ത ചോദ്യം, ജലത്തിനുള്ളിൽ നിന്ന് വായു കുമിളകൾ ഉയരുന്നതിന് കാരണം? ഉത്തരം പ്ലവക്ഷമ ബലം. പ്ലവക്ഷമ ബലമുള്ളതുകൊണ്ടാണ് ജലത്തിൽ നിന്ന് വായു കുമിളകൾ മുകളിലേക്ക് ഉയരുന്നത്. അടുത്ത ചോദ്യം, ഒരു വസ്തു ദ്രവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ആ വസ്തുവിൻ്റെ ഭാരക്കുറവ് എന്തിന് തുല്യമായിരിക്കും? ഉത്തരം ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തിന് തുല്യമായിരിക്കും. അടുത്ത ചോദ്യം, യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസ് ആണ്. സാന്ദ്രത. അടുത്ത ചോദ്യം, ഒരു വസ്തു പൂർണ്ണമായും ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? ഉത്തരം ദ്രവ്യത്തിൻ്റെ സാന്ദ്രതയും വസ്തുവിൻ്റെ വ്യാപ്തവും. ദ്രവ്യത്തിൻ്റെ സാന്ദ്രത, വസ്തുവിൻ്റെ വ്യാപ്തം. ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡും വോളിയം ഓഫ് ദ ഒബ്ജക്റ്റുമാണ് പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആർക്കിമിഡീസ് തത്വം. ഒരു വസ്തു ദ്രവത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ദ്രവം പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആർക്കിമിഡീസ് തത്വം. ഒരു വസ്തു ദ്രവത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ദ്രവം പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതാണ് ആർക്കിമിഡീസ് തത്വം. അടുത്തത്, എന്താണ് പ്ലവന തത്വം? ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. ഇതാണ് പ്ലവന തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. അടുത്തത്, ജലത്തിൻ്റെ ഡെൻസിറ്റി അഥവാ സാന്ദ്രത എത്രയാണ്? ഉത്തരം 1000 km/m³ ആണ് ജലത്തിൻ്റെ ഡെൻസിറ്റി. ഇമ്പോർട്ടൻ്റ് ആണ്. 1000 kg/m³ ആണ് ജലത്തിൻ്റെ ഡെൻസിറ്റി. അടുത്തത്, ഒരു പദാർത്ഥത്തിൻ്റെ സാന്ദ്രത ജലത്തിൻ്റെ സാന്ദ്രതയുടെ എത്ര മടങ്ങാണ് എന്ന് പറയുന്നതാണ് ആ പദാർത്ഥത്തിൻ്റെ ഡാഷ്. ഉത്തരം ആപേക്ഷിക സാന്ദ്രത. ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിൻ്റെ സാന്ദ്രത ജലത്തിൻ്റെ സാന്ദ്രതയുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നതിനെയാണ് ആപേക്ഷിക സാന്ദ്രത അഥവാ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അടുത്തത്, ആപേക്ഷിക സാന്ദ്രത കാണാനുള്ള ഇക്വേഷനാണ് പദാർത്ഥത്തിൻ്റെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത. പദാർത്ഥത്തിൻ്റെ സാന്ദ്രത ജലത്തിൻ്റെ സാന്ദ്രത കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആപേക്ഷിക സാന്ദ്രത കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഹൈഡ്രോമീറ്റർ ആണ്. പ്രീവിയസ് ആണ്. ഹൈഡ്രോമീറ്റർ ആണ് ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അടുത്ത ക്വസ്റ്റ്യൻ, പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം ലാക്ടോമീറ്റർ. ലാക്ടോമീറ്റർ ഉപയോഗിച്ചാണ് പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നത്.